أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزل سكينة علينا وثبت الأقدام إلا قينا. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം എത്തുന്നിടം വരെ അത് ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവോടും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഏറെ മഹബ്ബത്ത് വെച്ച് പുലർത്തുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കൾ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സന്നിഹിതരായിട്ടുള്ള ഈ മഹനീയമായ ഇൽമിന്റെ മജ്ലിസിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടലിൽ നാളെ റബ്ബിന്റെ സ്വർഗരാജ്യം അവന്റെ ജന്നാത്ത് അത് ലഭിക്കാൻ ഉതകുന്ന ഒരു സാലിഹായ സൽക്കർമ്മമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ പോലും രോഗികളായവർ അവരുടെ രോഗത്തിന് അല്ലാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിസരത്ത് വീടുകളിൽ നിന്ന് ശബ്ദം ശ്രമിക്കുന്നവരിൽ പോലും മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് അവന് തൃപ്തിപ്പെട്ടവരായി ജീവിക്കാനുള്ള തൗഫീഖ്, അവന്റെ മാർഗത്തിൽ മുഅ്മിനായി, മുവഹിദായി, മുഖ്ലിസായി, മുസ്ലിഹായി അല്ലാഹുവിനെ ഏറെ സ്നേഹിച്ച് ഹബീബായ സയ്യിദുനാ ശഫീഉനാ ഹബീബുനാ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറെ മഹബ്ബത്ത് പുലർത്തിയവരായി അങ്ങനെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ പ്രശസ്തമായ, പ്രസിദ്ധമായ, പ്രസക്തമായ ഒരു വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ് നമ്മൾ ഈ വിഷയത്തിന് പേരിട്ടിട്ടുള്ളത്. ആരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നും എന്താണ് അവരുടെ ഗുണനിലവാരങ്ങൾ എന്നും ആ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് മരണം വരെ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ള ദൗത്യം എന്താണെന്നും വളരെ വ്യക്തമായി ചുരുങ്ങിയ സമയത്ത് ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് സമർത്ഥിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പടച്ച റബ്ബിനെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ ഈ പ്രദേശത്തുള്ള എന്റെ ബഹുമാന്യരായ ദീനിനോട് സ്നേഹമുള്ള നല്ലവരായ നാട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അഥവാ ജീവിതവും അത് പുലർത്തിയ, പകർത്തിയ, അതിന്റെ മാർഗത്തിൽ ജീവിച്ച ശഹീദുകളായ, സിദ്ദീഖുകളായ, സാലിഹീങ്ങളായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും കുല്ലുഹും അജ്മഈൻ അവരും ജീവിച്ചു പോയ ഒരു മാർഗത്തെ പറ്റിയാണ് ചർച്ച. അതുകൊണ്ട് തന്നെ പറയുന്ന ആള്, അത് സ്റ്റേജ് കിട്ടിയ ആളുകൾ അവരാരാണെന്ന ഒരു മുൻധാരണ മാറ്റിവെച്ചിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന ഒരു വിശാലമായ മനുഷ്യനുള്ള, മനുഷ്യപ്പറ്റുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്, എനിക്കറിയാം അങ്ങനെ തന്നെയാണ് ഈ ആളുകൾ, എങ്കിലും ആവശ്യപ്പെടുകയാണ്, വിനീതമായി അപേക്ഷിക്കുകയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഹഖ് ഉൾക്കൊള്ളാനും ആ മാർഗത്തിൽ ജീവിച്ച് മരിക്കാനും ഒക്കെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സദസ്സ് കൂടിയാണ്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി, ഇഖ്ലാസോടുകൂടി, നിയ്യത്തോടുകൂടി പ്രാർത്ഥനകൾക്ക് കൃത്യമായി ആമീൻ പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി ആ മഹബ്ബത്തൊക്കെ നിലനിർത്തി പ്രത്യേകമായി ഒരു ദീനിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്രത്യേകം ശബ്ദം കേൾക്കുന്നവരോടൊക്കെ ആവശ്യപ്പെടുകയാണ്. ശരി, ചർച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅയെ പറ്റി, അള്ളാഹുവിന്റെ ദീന വിഷയം, വേറെ ആരുടെയെങ്കിലും സിദ്ധാന്തങ്ങളല്ല, ആരെങ്കിലും ലോകത്ത് കൊണ്ടുവന്ന ഫിലോസഫിയല്ല, തത്വജ്ഞാനമല്ല, മെറ്റാഫിസിക്സ് അല്ല. പടച്ച റബ്ബിന്റെ ദീൻ ലോകത്തേക്ക് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ട് അത് പൂർത്തീകരിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി പറഞ്ഞയച്ചു. കുറെ പ്രവാചകന്മാർക്ക് ശേഷം അവസാനത്തിൽ വരികയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിക്കപ്പെട്ട മതത്തെ പറ്റി അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തോതിന് മുത്ത് റസൂലുള്ളാഹി തന്റെ ബർക്കത്താക്കപ്പെട്ട, ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് ഓതിക്കേൾപ്പിച്ചു. 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 3-ാമത്തെ വാചകം.
اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലോകത്തിൽ, ഭാര്യ, ഭർത്താവ്, ഇണതുണകള്, മക്കള്, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ആരോഗ്യം, കച്ചവടം, ബിസിനസ്, കൃഷി, പണം, വീട്, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം അല്ലാഹു തന്ന അനുഗ്രഹം. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയ നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ ദീനുൽ ഇസ്ലാമിനെ അത് നിങ്ങൾക്ക് മതമാക്കി തൃപ്തിപ്പെട്ടു തന്നതാണ്. എന്റെ വകയല്ല, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 3-ാമത്തെ വാചകം ഓതി കേൾപ്പിക്കുന്നതാരാ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഏതൊരു ആദർശമാണോ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മുന്നിൽ പ്രതിനിധാനം ചെയ്തത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണ് മക്ക രാജ്യം വിട്ടു ഓടിപ്പോയത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണ് മദീന രാജ്യത്ത് അഭയം തേടിപ്പോയത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് ജീവത്യാഗം ചെയ്തു പോയത്, ഏതൊരു ആദർശത്തിന്റെ മാർഗത്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് മരണം വരെ പോരാടിപ്പോയത്. ബദറുണ്ടായത്, ഉഹദുണ്ടായത്, ഖന്ദഖുണ്ടായത്, ഹുനൈനുണ്ടായത്, ഖൈബറുണ്ടായത്, തബൂക്കുണ്ടായത്, യുദ്ധങ്ങളൊക്കെ ശരീഅത്തിൽ നിന്നും ഉസ്വത്തിൽ നിന്നും പേരിൽ അല്ലാഹുവിന്റെ ഹബീബ് നേർക്കുനേരെ പങ്കെടുത്തു പോയ യുദ്ധങ്ങളും നേർക്കുനേരെ പങ്കെടുക്കാത്ത യുദ്ധങ്ങളും ലോകത്തുണ്ടായി പോയത് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇസ്തിഖാമത്തിന് വേണ്ടിയാ. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, അവന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു ആദർശം ഏതാ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മതം അത് പടച്ചവന്റെ ദീനുൽ ഇസ്ലാം മാത്രമാണ്. ആ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ഹബീബിലൂടെ പടച്ചവന്റെ ലോകത്തൊക്കെ പൂർത്തീകരിച്ചു. ഇനി യാതൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഇതിൽ നിന്ന് യാതൊന്നും എടുത്തു കളയാനില്ല. ഈ ദീനനുസരിച്ചൊക്കെ ജീവിച്ചു പോയാൽ മതി. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്ന മക്കാ രാജ്യത്തെ ജാഹിലിയ്യത്തിലെ ആളുകളെ മുന്നിൽ വെച്ചിട്ട്, അവർക്ക് പരിചയമുള്ള ഇബ്രാഹിം നബിയെ മുന്നിൽ വെച്ചിട്ട്, അവർക്ക് പരിചയമുള്ള മൂസാ നബിയെ മുന്നിൽ വെച്ചിട്ട്, അവർക്ക് പരിചയമുള്ള ഈസാ നബിയെ മുന്നിൽ വെച്ചിട്ട്, അവർക്ക് പരിചയമുള്ള പ്രവാചകന്മാരെ മുഴുവനും മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഓതി കേൾപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ വാചകം കേൾക്കണ്ടേ? 45-ാമത്തെ അധ്യായമാണ് സൂറത്ത് ജാസിയ, 18-ാമത്തെ വാചകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നിലനിൽക്കുന്ന പാതയെപ്പറ്റി വളരെ കൃത്യമായി ലോകത്തിന്റെ മുന്നിൽ റസൂൽ എന്ന് പ്രഖ്യാപിക്കുകയാ. നബിയെ അവരോട് പറയണ, നബിയെ جعلناك على شريعة من الأمر فاتبعها. താങ്കൾ ആ മതത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നേരായ മാർഗത്തിലാക്കിയിരിക്കുന്ന നബിയെ, വളവില്ലാത്ത വക്രതയില്ലാത്ത ഋജുവായ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും നിലകൊണ്ട മാർഗമാണ് നബിയെ. ലോകത്ത് നിലകൊണ്ട സിദ്ദീഖുകൾ മുഴുവനും നിലകൊണ്ട മാർഗമാണ് നബിയെ. ലോകത്ത് കടന്നു വന്ന സ്വാലിഹീങ്ങൾ മുഴുവനും നിലകൊണ്ട മാർഗമാണ് നബിയെ. ثم جعلناك على شريعة من الأمر فاتبعها. അതുകൊണ്ട് പ്രവാചകന്മാര് മുഴുവനും നിലകൊണ്ട മാർഗത്തിൽ അങ്ങ് നിൽക്കണേ നബിയെ. കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് ജാഹിലിയ്യത്തിലെ മനുഷ്യന്റെ മുന്നിൽ സ്വന്തം നിലപാട് റബ്ബിന്റെ ആയത്തോതിയിട്ട് അങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാ. പ്രവാചകന്മാര് മുഴുവനും നിലകൊണ്ട മാർഗത്തിലാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് നിലകൊണ്ടത് ലോകത്ത് പ്രവാചകന്മാര് മുഴുവനും നിലകൊണ്ട പാത. ഒരു കാര്യം ഞാൻ പ്രത്യേക സമയത്ത് ഓതി കേൾപ്പിക്കാൻ പറഞ്ഞു കേൾപ്പിക്കാൻ. നമ്മൾ സംസാരിക്കുന്ന ആള് സാധാരണക്കാരനല്ല, സംസാരിക്കുന്ന വേദഗ്രന്ഥം സാധാരണ വേദഗ്രന്ഥമല്ല, സംസാരിക്കുന്ന മതം സാധാരണ മതമല്ല. ഒന്ന് റബ്ബിന്റെ മതം, അത് വിശദീകരിക്കുന്ന ഖുർആൻ, അത് വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു തരുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നിടത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആണായാലും പെണ്ണായാലും എനിക്ക് പറയാനുള്ളത്, മുത്തു റസൂലുള്ളാഹിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളും ദയവ് ചെയ്ത് ഈ മജ്ലിസിന്റെ പരിസരത്ത് നിൽക്കരുത് എന്ന് പ്രത്യേക മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്താം. കാരണം
ഇത് മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന സദസ്സ് കൂടിയാണ്. മുത്തു റസൂലുള്ളാഹിന്റെ സ്വലാത്ത് പ്രത്യേകം അതിന്റെ മഹത്വം എടുത്തു പറയുന്ന സദസ്സ് കൂടിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി വേണം വിഷയം വിശദീകരിക്കാൻ. നമ്മളൊക്കെ നിസ്കരിച്ചു മഗ്‌രിബ് നിസ്കരിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് 8:09 ജമാഅത്ത്, 8 മണിക്ക് നമ്മൾ ഇശാ നിസ്കാരത്തിൽ നിർത്തും. അല്ലാഹ് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആ നിസ്കാരത്തിന് നിർത്തുമ്പോൾ നമ്മളൊക്കെ കൈകെട്ടിയിട്ട് നെഞ്ചത്ത് കൈവച്ച് ഇസ്ലാമിന്റെ ശിആറാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയണ്ടേ, എവിടെയാ കൈ കെട്ടേണ്ടത് കൈ കെട്ടാത്തത് എവിടെയെന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയൊരു വിഷയമല്ല നമ്മുടെ ഭാഷ, പക്ഷെ ഇസ്ലാമിന്റെ വലിയ വിഷയമാണ്. അങ്ങനെ നമ്മൾ റബ്ബിന്റെ മുന്നിൽ നിൽക്കുക. അന്ന് മഗ്‌രിബ് നിസ്കരിക്കാതൊന്നും നമ്മൾ 3 തവണ ചോദിച്ചു നിർബന്ധമായി. എന്താ നമ്മൾ 3 തവണ ചോദിച്ചത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആദർശ പ്രഖ്യാപനം നടത്തുകയാണ്. ദീനിന്റെ ആദർശ പ്രഖ്യാപനം നമ്മളങ്ങ് നടത്തി പോവുകയാ. എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നയിക്കണേ നാഥാ. ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ നാഥാ. ഏതാണ് ഹിദായത്തിന്റെ മാർഗമെന്നറിയോ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നയിക്കണേ നാഥാ. ആരെയാണ് അല്ലാഹു ഹിദായത്തിന്റെ മാർഗത്തിൽ വഴി നയിച്ചു പോയത്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെ പാതയിൽ ഞങ്ങളെ ആക്കണേ, സിദ്ദീഖുകളുടെ പാതയിലാക്കണേ, സ്വാലിഹീങ്ങളുടെ പാതയിലാക്കണേ, ശുഹദാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഞങ്ങളെ നീ ആക്കണേ. ഈ സാധാരണക്കാര റബ്ബേ, ഈ 4 വിഭാഗത്തിന്റെ പാതയിലാക്കണേ എന്ന് മനസ്സ് പഠിച്ചിട്ട് മഗ്‌രിബ് നമസ്കാരത്തിന് 3 തവണ നിർബന്ധമായി നമ്മൾ പ്രാർത്ഥിച്ചു പോയില്ലേ? സുന്നത്ത് റവാത്തിബ് നിസ്കരിച്ചപ്പോ 2 തവണയും നമ്മൾ ചോദിച്ചു പോയില്ലേ? ഇനി നമ്മൾ ഒന്നുകൂടി ചോദിക്കുക റബ്ബിനോട്. ഇശാ നമസ്കാരത്തിന് 4 തവണ, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും റവാത്തിബ് സുന്നത്തിന് 2 തവണ. അല്ലാഹുവേ, ഹിദായത്തിന്റെ മാർഗത്തിൽ അങ്ങ് ഉറപ്പിച്ചു നിർത്തണേ. എന്താ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി? എന്തിനാ ഹിദായത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണം എന്നിങ്ങനെ പറയുന്നതിനാ? കാരണം അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല ചെറിയ കുട്ടിയായിരിക്കുമ്പോ കൊണ്ടേയാക്കിയ റസൂലുള്ളാഹിന്റെ അടുത്ത് സ്വഹാബ വനിത മഹത്തായ സ്വഹാബി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, അബൂ ത്വൽഹയുടെ ഭാര്യ, 2ാം ഭാര്യ. അദ്ദേഹം ആദ്യം മുസ്ലിമായിരുന്നു, പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തെ ഉമ്മു സുലൈമിനെ വിവാഹം കഴിച്ചു. പക്ഷെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവ് ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷെ അവര് ചെയ്തു, അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വിട്ടു. റസൂലുള്ളാഹിക്ക് ഖിദ്മ ചെയ്യാൻ 5 പൈസ വരുമാനമല്ല, ഒന്നും വേണ്ട, റസൂലെ അങ്ങയുടെ കൂടെ നിർത്തിയാൽ മതി. ആ അനസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചോദിക്കാൻ റസൂലുള്ളാഹിന്റെ കൂടെ കണ്ട് പഠിച്ച് വളർന്ന് വലുതായി വന്ന റസൂൽ ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ, അങ്ങയിലും അങ്ങേക്ക് കൊണ്ടുവന്നതിലും വിശ്വസിച്ചവരാണ് ഞങ്ങൾ ആര് സ്വഹാബികൾ. എന്നിരിക്കെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് ഭയപ്പെടുന്നു. നല്ല ശ്രദ്ധിക്കണേ, പോയിന്റാണ്, നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആൻ, ദീനുൽ ഇസ്ലാം, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. കൊണ്ടുവന്ന അങ്ങയിലും ഞങ്ങൾ വിശ്വസിച്ചു. കാരണം ഞങ്ങൾ ചൊല്ലിപ്പോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയവരാണ് ഞങ്ങൾക്ക് റസൂലേ. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് ഭയപ്പെടുന്നു റസൂലേ. ഞങ്ങൾ വഴിതെറ്റി പോകുമെന്ന് അങ്ങ് ഭയക്കുന്നു റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കണം, ഖാല നഅം. അതേ സഹാബ, നിങ്ങൾ വഴിതെറ്റുമെന്ന നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു. ആരെ പറ്റിയ പറഞ്ഞത്? സ്വർഗത്തിൽ പോകുന്ന സഹാബികളെ പറ്റി റസൂൽ പറയാം, നിങ്ങളും തെറ്റിപ്പോകാൻ ഞാൻ ഭയപ്പെടുന്നു. സഹാബികൾ മുഴുവൻ എവിടെയാണ്? സ്വർഗത്തിലാണ്. സഹാബത്ത് മുഴുവനും സ്വർഗത്തിലാണ്. മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്തു പോയ സഹാബത്തിലെ സഹാബികളെ പറ്റി റസൂല് പറഞ്ഞു പോയത് അവർ മുഴുവനും സ്വർഗത്തിലാണെന്ന് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സഹാബത്തും സ്വർഗത്തിലാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം.
ആ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് റസൂല് പറയാ, സ്വഹാബിയോട് പറയാ, നിങ്ങൾ വഴിതെറ്റി പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. കാരണം എന്തറിയോ? നിശ്ചയം നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ച തൗഫീഖ് ചെയ്ത് നമ്മൾ വിശദീകരിക്കും. എന്താ അള്ളാന്റെ വിരൽ, എന്താ അങ്ങനെ പറഞ്ഞാൽ എന്നതൊക്കെ നമ്മളെ പോലത്തെ വിരലാണോ അല്ലേ, അങ്ങനെ അതായത് ചർച്ച, അതൊക്കെ പ്രത്യേകം പഠിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് റബ്ബ് പറയാണ്, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റി മറിക്കും. അപ്പൊ രാവിലെ ഒരാള് മുസ്ലിം ആണെങ്കിൽ വൈകുന്നേരത്തെ ഒരാളുണ്ടാവും മുസ്ലിം അല്ലാതെ. വൈകുന്നേരത്തെ ഒരാള് മുസ്ലിം ആണെങ്കിൽ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ എന്താകും മുസ്ലിം അല്ലാതെ. ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകും, പടച്ച റബ്ബ് കാക്കുമാറാകുമാറാകട്ടെ. ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എവിടെയാണ് കടന്നു വരുന്നതെന്ന് ഓർമ്മ വരണേ. ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എവിടെയാണ് കടന്നു വരുന്നതെന്ന് ഓർമ്മ വരണേ. ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്ത് മുസ്ലിമെ മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞുപോയി, യൂതന്മാര് 71 കക്ഷികളായി പിരിഞ്ഞുപോയി. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഒരു വിഭാഗം ഒഴിച്ച് നസ്വാറാക്കളെ 72 കക്ഷികളായി പിരിഞ്ഞുപോയി. എല്ലാവരും നരകത്തിലാണ്. ഒരു വിഭാഗം ഒഴിച്ച് എന്റെ ഉമ്മത്ത് മുസ്ലിമയോ ഞങ്ങളും 73 വിഭാഗമായി പിരിഞ്ഞു പോകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ സ്വർഗത്തിലാണ്, ബാക്കിയൊക്കെ നരകത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മില്ലതൻ വാഹിദ. സഹാബത്ത് ചോദിച്ചു പോയി, റസൂലേ വമൻ ഹിയ യാ റസൂലല്ലാഹ്, വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ നരകത്തിലേക്ക് പോകുന്ന 72 കക്ഷി എന്നല്ല, ആരാണ് റസൂലേ സ്വർഗത്തിലേക്ക് പോണ ഒരു വിഭാഗം? ഈ ഇല്ലാ മില്ലതൻ വാഹിദ എന്ന് പറഞ്ഞ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു പാതയിലാണോ നിലകൊണ്ടത്, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ദീനാണോ മുറുകെ പിടിച്ചു പോയത്, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു കർമ്മമാനോ അനുഷ്ഠിച്ചു പോയത്, ഞാനും എന്റെ സ്വഹാബത്തും സ്വർഗത്തിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി ഏതൊരു കാര്യമാണോ ചെയ്തു പോയത്, ഞാൻ പഠിപ്പിച്ചിട്ട് എന്റെ സ്വഹാബത്ത് ചെയ്തു പോയ മാർഗമില്ലേ, ഞാനും സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരത്രേ. ഇല്ലാ മില്ലതൻ വാഹിദ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ എന്താ ഹദീഥ. ഇത് എവിടെ ഉദ്ധരിച്ചത്? ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, മുവത്ത, അഹ്മദ്, കുറേ ഹദീത്ത്, 250 ചില്ലാനും വരുന്ന ഹദീത്ത് ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത്. അതിൽ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഈ 4ാമത്തെ ഗ്രന്ഥം സുനൻ തിർമിദി. കുറിച്ച് വെക്കണേ സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും കുറിച്ച് വെച്ചോണേ. സുനൻ തിർമിദിയിലെ 2641 നമ്പർ ഹദീസ് പഠിച്ചു വെക്കണം. മുജാഹിദീങ്ങളുടെ വകയല്ല, അഹ്ലുസുന്നത്തിന്റെ വകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹീഹായ ഹദീസാണ്. നമുക്കൊക്കെ അറിയില്ല, ഹദീസിന് 2-3 തരണ്ട്. സ്വഹീഹായ ഹദീസ് സുനൻ തിർമിദി 2641. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്ത് എല്ലാരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴിച്ച്. ആരെ കൂട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും നരകത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേത് വിഭാഗമാണ് സ്വർഗത്തിൽ പോവുക? മാ അന അലൈഹി വഅസ്ഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുന്റെ ഹബീബിനോട് എന്ത് സ്നേഹ! അള്ളാഹുവിന്റെ ഹബീബിന് നമ്മളോട് എന്ത് സ്നേഹാന്നറിയൂ? നിങ്ങൾ ആലോചിച്ചോ, ഹബീബിന്റെ മഹബത്ത്, നമ്മളോടുള്ള മഹബത്ത്. ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വിഷയത്തിന്റെ മേഖലയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. എല്ലാ പ്രവാചകന്മാരും ലോകത്തേക്ക് കടന്നു വന്നു, നമ്മളൊക്കെ അംഗീകരിക്കും. അത് പറയുന്നത് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടോ. ഈ ചർച്ചയില് സുന്നിയില്ല, മുജാഹിദില്ല, ജമാഅത്തെ ഇസ്ലാമില്ല, തബ്ലീഗില്ല, മുസ്ലിമീങ്ങളുടെ മാത്രം ചർച്ചയാണ്. ആർക്കും തെരഞ്ഞെടുക്കാൻ ഇഷ്ടമല്ല. ഇത് മുസ്ലിമീങ്ങളുടെ ചർച്ച, സുന്നിന്റെ ചർച്ച, മുജാഹിദിന്റെ ചർച്ചയൊന്നുമില്ല. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ പറ്റിയുള്ള ചർച്ച ഇത് വളരെ ക്ലിപ്തമായി, സംക്ഷിപ്തമായി, ചെറിയ രീതിയിൽ വിശദീകരിക്കപ്പെടുമ്പോൾ തന്നെ തോന്നുന്നു ഓരോരുത്തർക്കും അഹ്ലുസുന്നയിലാണോ
ഓ അപ്പുറത്താണോ, ഓ അപ്പുറത്താണോ, അല്ല, അതല്ല ഇവിടെ ചർച്ച. ഞാൻ അഹ്ലുസുന്നയിലാണോ, ഇവിടുത്തെ ചർച്ച. ഈ ഒരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് കഴിയുമ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഞാനിപ്പോ സുന്നത്ത് ജമാഅത്തിലാണോ. സ്വഹാബത്ത് ചോദിച്ചത് നമ്മൾ ചോദിച്ച പോലല്ല. നമ്മളെന്താ ചോദിക്കാം? റസൂലെ ആരാ നരകത്ത് പോണ കക്ഷിന്നാ ചോദിക്കാം. സഹാബത്ത് റസൂല് സ്വർഗ്ഗത്തിലാരാ, ആരാ രക്ഷപ്പെട്ട വിഭാഗം? റസൂല് പറഞ്ഞത് രക്ഷപ്പെട്ട വിഭാഗത്തെ. പിഴച്ചോരെ പറ്റി ചർച്ചല്ല, പിഴച്ചതിനെ പറ്റി ചർച്ചല്ല, പിഴക്കാത്ത നേരായ ഹിദായത്തിന്റെ രാജപാതയെ പറ്റി മാത്രം ചർച്ച. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ മുജാഹിദുകളും സുന്നികളും ഇനി അതൊന്നും ഇല്ലാന്ന് പറയുന്നത് ആരൊക്കെ പെടണ്ടോ? ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട, ഒക്കെ മാറ്റി മുസ്ലിമായി, പച്ച മുസ്ലിമായി, ഇമ്മാന്റെ മാപ്പാന്റെ മോനായി ഈ ലോകത്ത് പറഞ്ഞ മാപ്പിളല്ലേ, മുസ്ലിമല്ലേ? നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാ, ഇല്ലാ മില്ലത്തും വാഹിദ എന്ന ചർച്ച മുന്നിൽ വരുമ്പോ ഞാൻ രക്ഷപ്പെട്ടോ അതോ ഞാൻ നരകത്ത് പോവോ, ഇത്രയെന്ന് ചർച്ച. ഒരാൾ പോവോ, ഒറ്റം പോവോ, ഓൻ പോവോ, ഓൻ പോവെന്ന് ചർച്ചല്ല. ഞാനാണ് ഒന്നാമത്തെ പറയുന്നത്, ഞാൻ സ്വർഗത്ത് പോകില്ലേ എന്നാണ് എന്റെ പേടി. അതിനാ ചർച്ച. അതാ ഇല്ലാ മില്ലത്തും വാഹിദ, ഞാൻ അതിൽ പെടുവില്ലേ, നമ്മുടെ ചർച്ച. അതുകൊണ്ട് കുറ്റം പറയില്ല, തെറി പറയില്ല, പരദൂഷണം പറയുന്നില്ല, ആക്ഷേപമില്ല, ശകാരമില്ല, സ്വന്തം വിമർശനം, ആത്മവിമർശനം, സ്വത്വവിമർശനം. സ്വീകരിക്കാം. മനസ്സ് തുറന്ന് വെച്ചോളി. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഉൾക്കൊള്ളാനുള്ള വിശാലമായ തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഇനി നമ്മൾ പഠിക്കാൻ പോവാൻ എന്താ? ദീനി സ്നേഹികളെ, നാട്ടുകാരെ, സ്വാഭാവികമായും ബാങ്കുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ലോകത്തിലെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒന്നാം ബാങ്കിന്റെ ലഫ്ലുകൾ ആവർത്തിക്കണമെന്ന്. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ അല്ലെങ്കിൽ റസൂല. നമ്മുടെ ആദർശ പ്രഖ്യാപനം. നാലാമത്തത് അള്ളാഹുവിന്റെ ഹബീബിന് നാളെ പരലോകത്ത് കിട്ടാനുള്ള വസീല, ഫളീല എന്ന പദവി കിട്ടാനുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതുകൊണ്ട് എവിടെ ബാങ്ക് കൊടുത്താലും ഏത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാലും ഈ മര്യാദ മുത്ത് റസൂല് പഠിപ്പിച്ചതായതുകൊണ്ട് നമ്മൾ പാലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിന്തുടരുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി